ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ച ദിവസമാണിന്ന്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാൻ കോടതി സമയപരിധി നിശ്ചയിച്ചു. ബില്ലുകളിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഇനി തീരുമാനമെടുക്കണം. 10 ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർ ഡോക്ടർ RN രവിയുടെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്ന രൂക്ഷ വിമർശനവും ഉയർത്തുന്നതാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതിയുടേത് ചരിത്രവിധിയെന്നും തമിഴ്നാടിന്റേത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെയും വിജയമെന്നുമായിരുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രതികരണം. ഇനി ഗവർണറുടെ മുന്നിലുള്ളത് 3 സാധ്യത മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. അംഗീകാരം നൽകാം, തടഞ്ഞുവെക്കാം, രാഷ്ട്രപതിക്ക് കൈമാറാം. തടഞ്ഞുവെച്ച ശേഷം രാഷ്ട്രപതിക്ക് ബിൽ കൈമാറാൻ ആവില്ല. അതുപോലെ തന്നെ ഗവർണർക്ക് സ്വതന്ത്രമായ തീരുമാനം എടുക്കാനാവില്ല. ഭരണഘടന അനുസൃതമായി വേണം ഗവർണർ തീരുമാനമെടുക്കാൻ. സമ്പൂർണ്ണ വീറ്റോ ഭരണഘടന അനുവദിക്കുന്നതുമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി വേണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 1 മാസത്തിനകം തീരുമാനമെടുക്കേണ്ടതുണ്ട് ഗവർണർ. ഇനി 3 മാസത്തിനകം ബിൽ തിരിച്ചയക്കുകയാണെങ്കിൽ അത് 3 മാസത്തിനകം മന്ത്രിസഭയ്ക്ക് തിരിച്ചയക്കണം. ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ കുറച്ചുകൂടി ഒരു കൺട്രോൾ അത് മന്ത്രിസഭയ്ക്ക് വരികയാണ്. ഭരണഘടന നിലവിൽ വന്ന ശേഷം ഗവർണർക്ക് വിവേചനാധികാരം ഇല്ല എന്നുള്ളതും സുപ്രീം കോടതി ഇന്ന് എടുത്തു പറയുകയാണ്. അപ്പോൾ ഇതിലിനി അടുത്തതായി എന്താണ് എന്നതാണ് അറിയേണ്ടത്. നമുക്ക് ഇനി പ്രതികരണങ്ങളിലേക്ക് വന്നാൽ, ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി റദ്ദാക്കിയ സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിനും പ്രതീക്ഷ നൽകുന്നതാണ്. ജനാധിപത്യ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. കേരളത്തിന്റെ ആവശ്യത്തെ കൂടി അംഗീകരിക്കുന്ന വിധിയെന്ന് P രാജീവും. സമാനമായ വിധി പ്രസ്താവം കേരളത്തിന്റെ കേസിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി R ബിന്ദുവും പറഞ്ഞു.